ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിൻ്റെ പേര് അംഗൻവാടി ഡേയ്സ് എന്നാണ്. ഇപ്പം നമ്മൾ ഓരോ മാസവും ഈ 2 തീമുകളാണ്. ആദ്യത്തെ 2 ആഴ്ച ഒരു തീം, അടുത്ത 2 ആഴ്ച വേറൊരു തീം. അങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ തീമുകളെ കുറിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസം 3 തീമാണുള്ളത്. ഒരു ഉപതീമുണ്ട്, അതാണ് ശിശുദിനം. അപ്പം 3ാമത് വരുന്ന ഒരു തീമാണ് ശിശുദിനം. ആകെ 30 തീമുകളാണ്. 24 തീമുകളും 6 ഉപതീമുകളുമാണ്. അപ്പം ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷികളെ കുറിച്ചാണ്. ഈ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് പക്ഷികളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളെ കൊണ്ട് ആദ്യം പറയിപ്പിക്കുക. അറിഞ്ഞുകൂടാത്ത പിന്നെ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ് പതിവ്. അപ്പം മക്കളെ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിപ്പോൾ പക്ഷികളെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അപ്പം പക്ഷികളെ കുറിച്ച് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പക്ഷികളുണ്ട്, പിന്നെ വീട്ടിലെ പരിസരത്തൊക്കെ എച്ചിലൊക്കെ തിന്നാൻ വരുന്ന പക്ഷികളുണ്ട്, പക്ഷികളെ സൗണ്ട്, അതിൻ്റെ നിറം, ഇതെല്ലാം ടീച്ചർ ചോദിക്കും. ഇവിടെ പറഞ്ഞു തരാം കേട്ടാ. അറിഞ്ഞുകൂടാത്ത ടീച്ചർ പറഞ്ഞു നമ്മുടെ അതിരാവിലെ കൂകി നിർത്തുന്ന പക്ഷി ഏതാണ് അറിയാമോ? പൂവങ്കോഴി അല്ലേ? പൂവങ്കോഴി കണ്ടാ എല്ലാരും കണ്ട നല്ല പൂവ്, കഴുത്ത് താഴെ പൂവ്, നല്ല അങ്കവാലി, എന്ത് കളറാണല്ലേ, നല്ല ഭംഗിയുള്ള ഒരു കോഴിയാണ്. പിന്നെ മുട്ട തരുന്ന ഒരു പക്ഷിയാണ്. കണ്ട മുട്ട തരുന്ന പക്ഷി, കോഴി. കണ്ട കോഴി ഇതെന്താങ്ങോട്ട്. പിന്നീട് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ വേറെ ഉണ്ട്. ഏതൊക്കെയാണ് വീട്ടിൽ വളർത്തുന്ന പക്ഷികള്? തത്ത, മൈന, പ്രാവ്, താറാവ്, കുറെ പക്ഷികളെ വീട്ടിൽ വളർത്താറുണ്ട്. ഈ സംസാരിക്കുന്ന പക്ഷി ഏതെന്നറിയാമോ? സംസാരിക്കുന്ന പക്ഷിയാണ് തത്ത. തത്തയുടെ നിറം എന്താണ്? പച്ച നിറം. നൃത്തമാടുന്ന പക്ഷി ഏതാണ്? വെരി ഗുഡ്, മയിൽ. നൃത്തമാടുന്ന പക്ഷി മയിൽ. നമ്മുടെ ദേശീയ പക്ഷിയും കൂടിയാണ് മയിൽ. ആൺമയിലാണ് നൃത്തമാടുന്നത്. അതാണ്ട മയിലേണ്ട, അവിടെ മനോഹര മയിൽ. മയിൽ മയിൽ. പിന്നെ പാട്ട് പാടുന്ന പക്ഷിയുണ്ട്. ഏതാണെന്നറിയാമോ? കുയിൽ. കുയിൽ എങ്ങനെയാണ് പാടുന്നത്? കോഴി വിളിക്കുന്നതാണ്. പൂവങ്കോഴി കുക്കളിക്കുന്നത് എങ്ങനെയാണ്? ചെറു